നമസ്കാരം. ഇന്ന് ഞാൻ ഒരു നല്ല വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആളെ നമുക്ക് പരിചയപ്പെടാം. ഇദ്ദേഹമാണ് ആള്. വലിയൊരു കലാകാരനാണ്, അതിലുപരി ഒരു RJ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും അദ്ദേഹത്തിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെൽ ബട്ടൺ അമർത്തുക. അടിപൊളി. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും പറയുമ്പോൾ വേണ്ട എന്തെങ്കിലും ഒരു പോയിന്റ്. അതെ അതെ, സത്യമായിട്ടും. എന്താണ് വിശേഷങ്ങൾ? വളരെ സന്തോഷം. RJ ഇബ്രുവിനെ കണ്ടത് ഒരുപാട് സന്തോഷം. ഓ, എനിക്ക് സന്തോഷം, ഒത്തിരി സന്തോഷം. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ആദ്യമായിട്ട് തന്നെ ഒരു RJ പട്ടം തന്നത് നമ്മുടെ ഇദ്ദേഹമാണ്, RJ അനസ്. എന്തായാലും അനസിലേക്ക് നമുക്ക് വീണ്ടും പോവുകയാണ്. അനസ് ഒന്ന് പറയാം, എന്താണ് വിശേഷങ്ങളൊക്കെ? വിശേഷങ്ങൾ സുഖമായിട്ട്. പേരൊന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് പറയൂ. എന്റെ പേര് മുഹമ്മദ് അനസ് എന്നാണ്. മുഹമ്മദ് അനസ് എന്നാണ്. പിന്നെ നാട്ടില് കൊല്ലം ജില്ലയില് അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊല്ലം ജില്ലയിലെ അഞ്ചല് പേര് കേട്ട സ്ഥലമാണല്ലോ. അഞ്ചൽ എന്ന് പറയുന്നത് 5 തർക്കങ്ങളുടെ നാട് എന്ന് വേണമെങ്കിൽ പറയാം. 5 തർക്കങ്ങളുടെ നാട്. അതുപോലെ തന്നെ റസൂൽ പൂക്കുട്ടി, രാജീവ് അഞ്ചല്, പിന്നെ ഒരുപാട് പ്രഗത്ഭനായ ഒരുപാട് വ്യക്തികൾ അവിടെ ഉണ്ടല്ലേ. ആ കൂട്ടത്തിൽ അതിലും വലിയ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് കലാകാരന്മാർ ഉള്ളതാണ്. അതെല്ലേ, ഒരുപാട് കലാകാരന്മാരുണ്ട്. അപ്പൊ ഞാൻ ഈ കലാകാരനിലേക്ക് എത്തിയത് വളരെ എന്താ പറയാ, എന്റെ ഒരു സുഹൃത്തുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ആ സുഹൃത്തിനെ പറ്റി പറയണം കേട്ടോ. ജോൺ എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അതും ഒരു RJ ആണ്, നമ്മുടെ റീഡറാണ് അദ്ദേഹം. നമ്മുടെ ഈ റേഡിയോ തിരൂരിൽ എന്താ പറയാ, ഈ ഇതൊക്കെ വായിക്കുന്ന ന്യൂസ് റീഡറാണ്. വിഷയത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ് ചില. അതൊന്നും വിഷയമല്ല. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാല് നാച്ചുറൽ ആയിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് വെച്ച് കഴിഞ്ഞാല്, ഈ ജോൺ ചേട്ടനാണ് എന്നെ ആദ്യം ഈ അനസിലേക്ക് എത്തിക്കുന്നത്, ഈ ഒരു സംഭവം എത്തിക്കുന്നത് കേട്ടോ. ജോൺ ചേട്ടൻ ആദ്യം എന്നോട് പറഞ്ഞു എന്താ, ഞാൻ ഇന്നണക്കിന് റേഡിയോ തിരൂർ എന്ന് പറയുന്ന അതിനകത്ത് കയറുകയും, അപ്പൊ അതിനകത്ത് കയറിയിട്ട് എന്റെ അടുത്ത് ഞാൻ ഇന്നണക്കിന് പുതിയ ഒരുപാട് പ്ലാനിങ്ങുകൾ നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു. വൈകുന്നേരങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, അതുപോലെ തന്നെ പുതിയ പരിപാടികളെ പറ്റി പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ജോണേട്ടൻ, നമുക്ക് നേരത്തെ അറിയാം, മെലഡി വോയിസ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് സംഗീത കൂട്ടായ്മ എനിക്കുണ്ട്. അതിന്റെ അഡ്മിനാണ് ജോണേട്ടൻ. ആ ജോണേട്ടനിലൂടെ എന്റെ അടുത്ത് പറഞ്ഞത്, നിനക്ക് നല്ല മനോഹരമായി മിമിക്രി ഒക്കെ കാണിക്കുന്ന ഒരാളെ നിനക്ക് പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നെക്കായും വലിയ മിമിക്രി ആണോ? നിന്നെക്കായും വലിയ മിമിക്രിക്കാരനാണ്. അതുപോലെ തന്നെ കോമഡി ഉത്സവത്തിനകത്തൊക്കെ പോയതാണ്. അബ്രഹാം എന്നാണ് പേരെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, അബ്രഹാമിനെ ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ കൊള്ളാമായിരിക്കും. അപ്പൊ എന്റെ എന്റെ അടുത്ത് പറഞ്ഞു, നമ്പർ ഞാൻ നിനക്ക് അയച്ചേക്കാം എന്ന് പറഞ്ഞു. നിന്നെ വിളിക്കും എന്നുള്ളതാണ് ജോണേട്ടൻ പറഞ്ഞത്. അപ്പൊ ഞാനാണ് അബ്രഹാമിനെ നേരിട്ട് വിളിച്ചത്. എന്നിട്ട് അബ്രഹാമിനെ വിളിച്ചിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞെന്ന് പറയും, ഇനി മുതൽ അബ്രഹാം അല്ല RJ ഇബ്രു ആണ്. RJ അബ്രു എന്നാ പറഞ്ഞത്. അപ്പൊ പുള്ളിക്കാരന് പിന്നെ ഒരുപാട് ഞെട്ടിപ്പോയിട്ട് ഞാനോ RJ അബ്രു എന്നൊക്കെ ചോദിക്കണ്ടായി. എന്തായാലും ഒത്തിരി സന്തോഷം. അത് മാത്രമല്ല, അതെന്റെ ഒരു കഥ മാത്രമാണ്, RJയിലേക്ക് വന്ന കഥയാണ്. അതിനും ഉപരിയായിട്ട് വേറൊരു കഥയുണ്ട്. കാരണം ഇദ്ദേഹം ഒരു വളരെ വലിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. എന്തായാലും അദ്ദേഹത്തിന്റെ കുറച്ച് നല്ല നല്ല പ്രകടനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമുക്കൊന്ന് ആദ്യം എന്താണ് ചെയ്യാറുള്ളത്, എങ്ങനെയാണ് സംഭവങ്ങൾ? ഞാനെന്ന് പറയുന്ന സംഭവം 4ാം ക്ലാസ് മുതൽ മിമിക്രി കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതെ അല്ലേ, 4ാം ക്ലാസ് മുതൽ. അപ്പൊ നമുക്ക് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത അയൽവാസികളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം നല്ല സുഹൃത്തുക്കളും അത് കണക്കാണ്. ഞാൻ നാടകത്തിലും അതുപോലെ തന്നെ കലാരംഗങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് കഴിവ് കാണിച്ചുകൊണ്ടിരുന്നത്. പഠിത്തത്തിൽ ഇച്ചിരി ബാക്കിലോട്ടാണെങ്കിലും, അത് ഇപ്പൊ ഓൾമോസ്റ്റ് കലാകാരന്മാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ പഠിത്തത്തിൽ സ്വല്പം ഒന്ന് ബാക്കിലാണെങ്കിലും കലയുമായി ബന്ധപ്പെട്ട് മുമ്പിലോട്ടായിരിക്കും. അപ്പൊ ആദ്യം കുറെ നടന്മാരെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് പെർഫെക്റ്റ് ആയിരിക്കുന്നു, കൊള്ളാം. ഇനിയും നമ്മൾ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ഇപ്പം പറയത്തില്ലേ, തീർച്ചയായിട്ടും നമ്മൾ ഈ കല്ല് ഒരച്ചെടുക്കുന്ന മിനുസപ്പെടുത്തി നല്ല കണക്കിന് എടുക്കുന്നതിനനുസരിച്ചാണ് കല്ലിന്റെ ആ ആകൃതി കറക്റ്റായിട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് മിമിക്രി ഒരുപാട് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെ സ്വാഭാവികമായിട്ട് നമുക്കൊരു ആക്ടറെ അല്ലെങ്കിൽ ആക്ട്രസിനെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും ആ സ്വരം ക്ലിയർ ആയില്ല എന്ന് മനസ്സിലാകും. സത്യമാണ്, അത് എല്ലാത്തിലും അങ്ങനെ തന്നെയാണല്ലോ അല്ലെ. പ്രത്യേകിച്ച് ഞാൻ മാമൂക്കോയൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് മാമൂക്കോയൊക്കെ എടുക്കാൻ സമയത്ത് ഞാൻ ഒരാഴ്ച ട്രെയിൻ ചെയ്തു. കാര്യം എങ്ങനെ എടുക്കാൻ പറ്റും, ഏത് രീതിയിൽ എടുക്കാൻ പറ്റും മാമൂക്കോയെ. ഇപ്പൊ ആദ്യം നമുക്ക് ആരെയാണ് മാമൂക്കോയെ തന്നെ എടുക്കാം. ഓ തീർച്ചയായിട്ടും. എത്ര നാളുകൾ കണ്ടിട്ട് ഇന്ന് ഇവിടെ ഇറങ്ങി വന്നില്ലെങ്കിൽ അള്ളാഹ് തന്നെ ഞാൻ കൊല്ലും. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം.
സന്തോഷം, നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് കൈയടിക്കാണ്. അതൊക്കെ വേണ്ടി വരും. തീർച്ചയായിട്ടും കാര്യം നന്നായിട്ടുണ്ട് അല്ലേ? നല്ല രസമായിട്ടുണ്ട്, നല്ല അവതരണം, നല്ല സംഭവങ്ങളൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇതേ ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് മോഡുലേഷൻ ചെയ്യാൻ പറ്റും. വേറെ ആരെ കൊണ്ടുവരാൻ പറ്റും? ഇതിനകത്ത് നമുക്ക് മോഡുലേഷൻ ചെയ്തിട്ട് നമുക്ക് പപ്പു കൊണ്ടുവരാൻ പറ്റും. പപ്പു ചേട്ടനെ മോളെ പാരമ്പര്യ സീരവല്ലേ നീ, എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ ഞാൻ നോക്കി, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം. പിന്നെ അതിനുശേഷം പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കുറച്ചുകൂടെ നമ്മുടെ ഈ തൊണ്ടയുടെ കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോഴത്തേക്കും MS തൃപ്പുള്ളിത്തറ എന്ന് പറയുന്നത്, MS തൃപ്പുള്ളിത്തറ ഭയങ്കരം സൂപ്പർ. നീ സേതുലക്ഷ്മിയുടെ മോളാണെന്ന് എനിക്കറിയാം, എന്നാലും നിന്റെ വെള്ളത്തിൽ ഇവിടെ നടക്കത്തില്ല. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് പോകും. സംഭവം ശരിക്കും പറയാലോ നല്ലൊരു കലാകാരനാണ് കേട്ടോ. നമ്മളിപ്പോ കണ്ടല്ലോ ഇങ്ങനെ കുറെ ആയിട്ട് ഇങ്ങനെ കണ്ടല്ലോ അല്ലെ. സത്യം പറയാൻ നല്ലൊരു രസമുണ്ട് ആ ഒരു താളത്തിലൂടെ ഇങ്ങനെ പോയിക്കുന്നത്, ഓരോന്ന് മാറി 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 വന്നിട്ട് നമുക്ക് ഒരുപാട്. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സിദ്ദീഖ് ലാൽ കൂട്ടുകെട്ടിൽ നിങ്ങൾക്ക് അറിയാം ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ നമുക്ക് മലയാളികൾക്ക് സമ്മാനിച്ച സിദ്ദീഖ് ലാൽ കൂട്ടുകെട്ട്. ഇപ്പം അവര് കുറച്ച് ഇതായിട്ട് നിൽക്കുവാണെങ്കിലും സിദ്ദീഖിന്റെ ചിത്രങ്ങൾ എടുക്കുന്നു, ലാലിന്റെ ചിത്രങ്ങൾ കൊടുക്കുന്നു. സിദ്ദീഖ് ഖാനെ സംബന്ധിച്ച് സിദ്ദീഖ് ഖാൻ വേദികളിലൊക്കെ പോകുമ്പോഴത്തേക്കും വേറൊരു വോയിസ് ആണ്, ഒരു അടഞ്ഞ വോയിസ് ആണ്. എന്നാ വോയിസ് നമുക്ക് കേൾക്കാം. നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനൊരു വേദി ഒരുക്കി തന്ന പ്രിയ കലാകാരന്മാർ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ സിനിമ ചിരിമ എന്ന് പറയുന്ന പരിപാടിയിൽ എനിക്ക് വരാൻ സാധിച്ചതും പുതിയ പുതിയ കലാകാരന്മാരെ ഇവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ആ ഒരു തൊണ്ട അടച്ച് ഉള്ള രീതിയിൽ. അതെ അതെ സത്യം. ആ പുള്ളി എന്താ പറയാ ഇങ്ങനെയുള്ള വേദിയിലൊക്കെ പോയി അങ്ങനെ ചെയ്യുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇതാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ പുതിയ പുതിയ ഒരുപാട് പേര് ചെയ്യാറുണ്ട് നടന്മാര് വരുന്നുണ്ട്. നമ്മുടെ അവസാനം നമ്മുടെ ഈ ഒരു പോലീസ് അഞ്ചാം പാതിര എന്ന സിനിമയിലെ ആ പോലീസുകാരനെ ചെയ്യാൻ തോന്നുന്നല്ലോ. തീർച്ചയായിട്ടും ചേട്ടന്റെ ഒരു ഇതായിട്ട് സാമ്യമുണ്ട്. എന്റെ ചെറിയൊരു സാമ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ല, കാര്യം വെച്ച് കഴിഞ്ഞാല് ഞാനൊരു പ്രാവശ്യം എന്റെ റൂമിലിരുന്ന ഒരാളെടുത്ത്, ഞാനിവിടെ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. കുവൈറ്റില് ഒരു വീട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, ഹൗസ് ഡ്രൈവറാണ്. അതുപോലെ തന്നെ പിന്നെ എന്റെ കൂടെ ഉള്ളത് പ്രിൻസ് എന്ന് പറയുന്നത് എന്റെ സ്വന്തം നാട്ടുകാരൻ. ഞങ്ങൾ +2 പഠിച്ചത്. +2 ഒരുമിച്ച് പഠിച്ചു. ഞങ്ങൾക്ക് ഇവിടെ വന്നു. ഞാൻ സൗദിയിലായിരുന്നു. സൗദിയിൽ എനിക്ക് എല്ലാം മതിയാക്കി പോയപ്പം പ്രിൻസാണ് എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഒപ്പിച്ചത്. അപ്പൊ പ്രിൻസിനോട് ഞാൻ സംസാരിക്കുമ്പോൾ ചൂടായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഓൾറെഡി ഈ കഥാപാത്രം കയറി വരിക. ഈ കഥാപാത്രം കയറി വരുമ്പം ഇവ ഓൾറെഡി പറയും ഏതോ സിനിമ ആയിട്ട് ഭയങ്കര സാമ്യമുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, അറിയാം ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം ആരാന്ന് പറയുമെന്ന് വെച്ചു. ഞാൻ ശ്രമിക്കുകയാണ് കേട്ടോ. മേഡം, ഇത് അൻവർ ഹുസൈൻ. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടി പുതിയ ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വെളിയിൽ നിന്നുള്ളതാണ് എടുക്കുന്നത്. അതാണ് അൻവർ ഹുസൈൻ. അൻവർ, നിനക്ക് വേണമെങ്കിൽ കയറി ഒന്ന് പരിശോധിക്കാം, എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അതാവട്ടെ. അവസാനം സീതാറാം വന്ന് കേസും തെളിയിച്ചു. നമ്മളൊക്കെ ആരായോ? ഒരുപാട് ഇഷ്ടമായിട്ടോ, ഒരുപാട് ഇഷ്ടമായി. സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി, ഒന്നും പറയാനില്ല. നല്ലൊരു അടിപൊളി കലാകാരനാണ് കേട്ടോ മിസ്റ്റർ ആനസ് എന്ന് പറഞ്ഞ RJ ആനസ്. പരിചയപ്പെട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് നമുക്ക് പുള്ളിയുടെ ഒരുപാട് കേൾക്കാൻ സാധിച്ചു. ഇനിയും നല്ല നല്ല പരിപാടികൾ പുള്ളിയെടുത്ത് ഉണ്ട് കേട്ടോ. പുള്ളി ഇറക്കാത്തതാണ്. എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം അടുത്ത. പിന്നെ പുള്ളിയുടെ കഥകളിലേക്കൊന്നും താങ്കളുടെ കഥകളിലേക്കൊന്നും നമുക്ക് പോവാം. നാട്ടില് ആരൊക്കെയുണ്ട്? നാട്ടില് എന്റെ വീട്ടില് വാപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്, പിന്നെ വൈഫുണ്ട്, ഒരു കുട്ടിയുണ്ട്. ജ്യേഷ്ഠന് 2 കുട്ടി, അനിയന് 3 കുട്ടികൾ. തീർച്ചയായിട്ടും വലിയൊരു ഫാമിലിയാണ്. എന്തായാലും സന്തോഷമുണ്ട് സാധിച്ചതിൽ, പരിചയപ്പെടാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ട് സന്തോഷം പറയേണ്ടത്. കാര്യം വെച്ച് കഴിഞ്ഞാല് ഞാന് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഫോണിലൂടെയുള്ള പരിപാടികളാണ്. ഫോണിലൂടെ സംസാരിക്കുന്നതല്ലാതെ RJ ഇബ്രോനെ ഒരു പ്രാവശ്യം ഞാൻ വിളിക്കുകയുണ്ടായി. ഒരു പ്രാവശ്യം വിളിച്ച് വീഡിയോ കോൾ ചെയ്തു. ആളെ ഒന്ന് ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു. പിന്നീട് ഡയറക്റ്റ് കണ്ടപ്പോഴത്തേക്ക് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യനാണല്ലോ എന്നുള്ളത് ഞാൻ സത്യം കാര്യമായിട്ട് പറയാം. സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യനാണെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് ചിന്തിക്കുന്നത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യൻ. തീർച്ചയായിട്ടും കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് തവണ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കോമഡി ഉത്സവം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൊന്ന് എത്തിപ്പെടാൻ വേണ്ടി. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ നല്ലൊരു മ്യൂക്രി ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ പൃഥ്വിരാജിന്റെ വോയിസ് ഡബിങ്ങും അതുപോലെ തന്നെ എല്ലാ വോയിസ് ഡബിങ്ങും അതുപോലെ തന്നെ വോയിസ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തി. അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിപ്പെടണമല്ലോ.
ഇപ്പൊ നമുക്ക് ഒരുപാട് ഇപ്പൊ മിമിക്രിയുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് ഈ കോമഡി ഉത്സവം. അപ്പൊ അത് കാരണം ഒന്ന് എത്തിപ്പെടണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തുള്ളൂ അല്ലെ. എനിക്ക് അനുഭവം ഉള്ളതാണ് കേട്ടോ. ഞാനൊക്കെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് എത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. കോമഡി ഉത്സവം എന്ന് പറഞ്ഞാൽ വലിയൊരു ഫ്ലോറിൽ എത്തുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. അതൊക്കെ എന്താ പറയാ, ദൈവത്തിന്റെ പിന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഓരോ ഇതൊക്കെയാണ്. സുഹൃത്തുക്കളുണ്ട് കേട്ടോ, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എനിക്ക് തട്ടകം എന്ന് പറഞ്ഞ ചെറിയൊരു കലാകുടുംബമുണ്ട് ഞങ്ങൾക്ക്. തട്ടകം എന്ന് പറഞ്ഞ അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരെയൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ. ഇപ്പോഴും ഹെൽപ്പ് ഉണ്ട്, പണ്ടും ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ അവിടെയൊക്കെ എത്തിയത്. തീർച്ചയായിട്ടും നമ്മളിപ്പോ ഒരു വേദിയിൽ പങ്കിടുമ്പോ അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് കണ്ടിട്ട് അത് സംഭവം കൊള്ളാം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഏറ്റവും വലിയ അംഗീകാരം. ഈ ഓസ്കാർ നമുക്ക് ഇപ്പൊ ഒരു കലാകാരന്റെ മറ്റൊരു കലാകാരൻ വന്ന് നിങ്ങൾ ചെയ്ത പരിപാടി കൊള്ളാം, മനോഹരമായിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ആ ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് ആവട്ടെ, ആരും ആയിക്കോട്ടെ, അത് നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുത്തതിനേക്കാൾ വലിയൊരു അംഗീകാരമാണ് നമുക്ക് അപ്പൊ കിട്ടുന്നത്. അതെ അതെ, സത്യം. പിന്നെ ഇവിടെ ഈ കുവൈറ്റിൽ വന്നിട്ട് എത്ര വർഷമായി? കുവൈറ്റിൽ വന്നിട്ട് ഞാനിപ്പോ 3ാമത്തെ വർഷം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 3ാമത്തെ വർഷം. അപ്പൊ ഞാൻ തന്നെയാണ് സീനിയർ. തീർച്ചയായിട്ടും നിങ്ങളൊക്കെയാണല്ലോ സീനിയർ. ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ 8 വർഷം. ഞാൻ 6 വർഷം സൗദിയിലുണ്ടായിരുന്നു. സൗദിയിലായിരുന്നു. അതിന് മുന്നേ നാട്ടിലായിരുന്നു. നാട്ടിൽ എന്തായിരുന്നു പരിപാടി? നാട്ടില് ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള കോഴ്സ് മൊബൈൽ ടെക്നീഷ്യൻ പഠിച്ചു. മൊബൈൽ ടെക്നീഷ്യൻ പഠിച്ചതിന് ശേഷം പിന്നീട് ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങി. ഡ്രൈവിംഗ് സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥാപനം ഉണ്ടായിരുന്നു, മൻസാജ് ഹോം ഡെക്കറേഷൻ എന്ന് പറയുന്ന കട ഉണ്ടായിരുന്നു. അതിനകത്ത് കർട്ടന്റെയും സ്റ്റേജ് ഡെക്കറേഷന്റെയും എല്ലാ കാര്യങ്ങളുമായിരുന്നു. പിന്നീട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്ര നാൾ ചേട്ടനുണ്ട്, അനിയനുണ്ട്, എല്ലാവരും ഒക്കെ ആയിട്ട് സഹായിക്കും. ഞാൻ വിചാരിച്ചു വിദേശ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഇപ്പൊ ജീവിത പ്രാരാബ്ദങ്ങളാണ്. ഈ ജീവിത പ്രാരാബ്ദത്തിലൂടെയും ഈ എന്താ പറയാ, ഈ മിമിക്രി അതേപോലെ തന്നെ RJ ഇതൊക്കെ കൊണ്ടുപോകുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. കാര്യം പറയട്ടെ, ഇബ്രുവിന്റെ ഒരു കാര്യം പറയാണ്. നമ്മളിപ്പോ ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന വ്യക്തിക്ക് ഇപ്പൊ ഞാൻ ഇന്നലെയാണ് ഞാൻ യൂട്യൂബിൽ ഒരു കാര്യം കണ്ടത്. ശ്രീകണ്ഠൻ നായർ ഷോയുടെ ഒരു പരിപാടി കണ്ടപ്പം ഒരു ദുബൈയിലുള്ളൊരു വളരെ മഹത്തായ ഒരു വ്യക്തിയാണ് പുള്ളിക്കാരൻ. ഈ വരുന്ന മരണപ്പെടുന്നവരുടെയൊക്കെ ഡെഡ് ബോഡി ഫ്രീ പുള്ളിക്കാരന്റെ പേരെനിക്കറിയത്തില്ല. പുള്ളിക്കാരനാണെങ്കിൽ പിന്നെ എല്ലാവരെയും ഫ്രീ ആയിട്ടാണ് കയറ്റി വിടുന്നത്. അപ്പൊ ചില ആൾക്കാർ പറയുന്ന നമുക്ക് പണമുള്ളപ്പോഴേ വിലയുള്ളൂ, പണമുണ്ടെങ്കിലേ മണമുള്ളൂ എന്ന് പറയുന്നുണ്ട് പണ്ടുള്ള. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ അപ്പൊ ടെൻഷൻ അടിച്ച് വെറുതെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യം. അപ്പൊ നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ടെൻഷൻ ആവത്തേ ഉള്ളൂ. ഇപ്പൊ ഒരു കാര്യങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അതിനൊക്കെ സില്ലിയായിട്ട് കാണും. സില്ലിയായിട്ട് കാണുന്ന വെച്ചാൽ ഒരു സിമ്പിൾ ആയിട്ട് ചിരിച്ചാൽ ആഘാതത്തോടു കൂടി കാണും, അത്രേ ഉള്ളൂ. നമുക്ക് ഇന്ന് ടെൻഷൻ അടിച്ച് ഭയങ്കര തലവേദനയാണ്, കാര്യവും BP യും കൂടിയൊക്കെ നമ്മൾ ഉള്ള പൈസയല്ല, നമ്മളിവിടെ അധ്വാനിക്കുന്ന പൈസയല്ല ഹോസ്പിറ്റലിൽ കൊടുക്കാനേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ചിരിച്ച് എൻജോയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അസുഖവും വരത്തില്ല. അത്രേ ഉള്ളൂ, അതേ എനിക്ക് പറയാനുള്ളൂ. നല്ല കണക്കിന് ചിരിച്ച് രസിച്ച് ഉല്ലസിച്ച് ജീവിതമുള്ളൂ, നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര അതേ രീതിയിൽ നമ്മൾ പോവുക. അതല്ലാതെ കൂടുതലായിട്ടൊന്നും പോകാൻ ശ്രമിക്കും. നമ്മളതായത് തന്നെ പോയി അല്ലെ. നമ്മള് എന്താ പറയാ, RJ പറയുന്ന പോലെ നമ്മള് കേൾപ്പിക്കൂ, കേട്ടുകൊണ്ടേയിരിക്കുക, ചിരിക്കുക, സന്തോഷിക്കുക, ആസ്വദിക്കുക. ജീവിതം ഒറ്റ ജീവിതമുള്ളൂ, ആസ്വദിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഈ ഒരു സായാഹ്നം നല്ല രീതിയിൽ എന്താ പറയാ അടിച്ചു പൊളിക്കാൻ പറ്റിയതിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. സന്തോഷം, ഒക്കെ ഒരുപാട് സന്തോഷം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, മെമിക്രിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അബ്രു എന്റെ അടുത്ത് 2-4 ആഴ്ച മുമ്പ് പറയുന്ന എന്റെ അടുത്ത് എനിക്കൊരു എപ്പിസോഡ് തരണം. എനിക്കും ഭയങ്കര ആഗ്രഹം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനലിനകത്ത് ഇത് കൊടുക്കുന്നത്. സത്യമാണ് പറയണല്ലോ. അത് ആദ്യമായിട്ട് ഒരു ചാനലിലേക്ക് ഇത് കൊടുക്കുന്നത്. അപ്പം കൊടുക്കുമ്പോഴത്തേക്ക് അബ്രു തന്നെ എന്റെ അടുത്ത് പറയാം, തീർച്ചയായിട്ടും നിങ്ങൾ വന്നാൽ മതി, നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം. 2 പ്രാവശ്യം മുടങ്ങി കേട്ടോ ഈ പരിപാടി. 2 പ്രാവശ്യം മുടങ്ങി. 1 പഠിച്ചാൽ 3 അത് പണ്ടുള്ള ഒരു കാരണവർ പറയുന്ന കറക്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ 3ാമത്തെ പ്രാവശ്യം ഇവിടെ വന്നു, സക്സസ് ആയി. എന്തായാലും കാര്യങ്ങൾ വളരെ കണ്ടതിലും അത് കണക്കിന് അബ്രുവിനെ പരിചയപ്പെടാൻ സാധിച്ചതിലും ഒക്കെ ഒരുപാട് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. കടപ്പാടും നന്ദിയില്ല, ഞാൻ അങ്ങോട്ട് നന്ദി പറയാണ്. അപ്പൊ അങ്ങോട്ട് കൂടെ നന്ദി പറച്ചിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വിഷയത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. നിങ്ങളെപ്പം വിചാരിക്കുന്നത് രണ്ടുപേരും തള്ളലാണെന്ന് വിചാരിക്കും. പക്ഷെ ഒരിക്കലും ഒരു തള്ളലല്ല കേട്ടോ. നല്ലൊരു അനുഗ്രഹീതനായ ഒരു കലാകാരൻ തന്നെയാണ് നമ്മുടെ അനസ് അഞ്ചൽ എന്ന് പറയുന്നത്. എന്തായാലും ഉയരങ്ങളിൽ എത്തട്ടെ, സർവേശ്വരൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോ ഇന്നത്തെ വേളയിൽ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ, നല്ലൊരു വർഷമായിരിക്കട്ടെ, നല്ലൊരു എന്താ പറയാ എല്ലാം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. താങ്ക് യു.